പി സി ഒ ഡി അല്ലെങ്കിൽ PCOS ഇതൊരു ഗൈനക് പ്രോബ്ലമാണ്. പീരീഡ്സ് ഇറഗുലർ ആവുക, മുഖത്തും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെയർ ലോസ് ഉണ്ടാവുക, അമിതമായി ശരീരത്തിലൊരു തടി വെക്കുക, പ്രത്യേകിച്ചും ലോവർ അബ്ഡമിനിലൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക, പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, മുഖത്തും പ്രത്യേകിച്ച് ചിന്നിൽ ജോ ലൈനിലൊക്കെ തന്നെ പിമ്പിൾസ് ഉണ്ടാവുക. ഇതൊക്കെ വരുന്ന സമയത്താണ് ഒരുപക്ഷെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു ഉചിതമായ തീരുമാനം തന്നെയാണ്. ഒരുപക്ഷെ ഒരു ഗൈനക്കോളജിസ്റ്റ് ബ്ലഡ് ടെസ്റ്റിന് ശേഷമോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിന് ശേഷമോ PCOD അല്ലെങ്കിൽ PCOS ആണെന്ന് സ്ഥിരീകരിക്കുന്നു. പിന്നെ പലപ്പോഴും നടക്കുന്നത് വളരെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാണ്. പലപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു മരുന്ന് മെറ്റ്ഫോമിനാണ്. നോക്കിയാൽ മെറ്റ്ഫോമിൻ ശരിക്ക് പ്രമേഹത്തിനുള്ളൊരു മരുന്നാണ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ PCOD ഉള്ളൊരു വ്യക്തി ഒരുപക്ഷെ അപ്പം ചിന്തിക്കുന്നത് എനിക്കിനി പ്രമേഹമുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ആവശ്യപ്പെടുന്നത് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡയറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എക്സസൈസൊക്കെ ചെയ്ത് ശരീരഭാരം ഒന്ന് കുറയ്ക്കാനായിരിക്കും. പലപ്പോഴും ഇത് വേണ്ടത്ര ഇതിൽ വിജയിക്കാതെ വരുമ്പോൾ പിന്നെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് പിമ്പിൾസ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കുക തുടങ്ങിയിട്ടുള്ള കുറേ സങ്കീർണമായ പ്രശ്നങ്ങളിലോട്ടാണ് ഇത് ചെന്നെത്തുന്നത്. മിക്ക ആൾക്കാരും പലപ്പോഴും ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ യൗവനകാലത്തോ അല്ലെങ്കിൽ ഗർഭധാരണത്തിന് ശേഷം പ്രസവത്തിന് ശേഷവും ഈ ഒരു വിഷയം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട്. ശരിക്കും PCOD ഒരു ഗൈനക് പ്രോബ്ലമാണ്. ശാസ്ത്രീയമായി ഇതിൻ്റെ വിദഗ്ധർ പറയുന്നത് PCOD അല്ലെങ്കിൽ PCOS ഒരു ഗൈനക് പ്രോബ്ലം അല്ല എന്നതാണ്. നമുക്ക് ഇതാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പരിശോധിക്കാൻ പോകുന്നത്. PCOS ഗൗരവമുള്ള വിഷയമാണോ? തീർച്ചയായിട്ടും ഗൗരവമുള്ള വിഷയമാണ്. രണ്ട് അർത്ഥത്തിലാണ് ഗൗരവമുള്ളതെന്ന് പറയാൻ കാരണം. ഒന്ന്, PCOS ഉള്ള വ്യക്തികളിൽ, ആ യുവതിയിൽ ഇതുണ്ടാക്കുന്ന മാനസികവും വൈകാരികമായ ആഘാതം വളരെ വലുതാണ്. പലപ്പോഴും അത് അവർ കുടുംബാംഗങ്ങളോടോ സമൂഹത്തോടോ ഷെയർ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ആകൃതിയിലൊരു വ്യത്യാസമുണ്ടാവും, കുറച്ച് അബ്ഡമിനൽ ഒബേസിറ്റി ഉണ്ടാവും. ഇത് തീർച്ചയായിട്ടും ഒരു വസ്ത്രധാരണത്തിലൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടാം. മറ്റൊന്ന് ഫേസിൽ, എസ്പെഷ്യലി ജോ ലൈനിലും അതുപോലെ ചീക്സിലൊക്കെ ഉണ്ടാകുന്ന സിസ്റ്റിക് ആക്നി, പിമ്പിൾസ് ഉണ്ടാവാം. ചിലപ്പോൾ മെയിൽ ചുണ്ടുകളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം, ഒരു മെയിൽ പാറ്റേൺ ബോൾനെസ് ഉണ്ടാവാം, ഹെയർ ഫോൾ ഉണ്ടാവാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു പ്രസൻറ്റബിലിറ്റി, ഒരു സോഷ്യൽ സർക്കിളിലൊക്കെയുള്ള മറ്റുള്ളവർ വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കോൺഫിഡൻസിനെ ബാധിക്കും. മറ്റൊന്ന്, അവരുടെ ആരോഗ്യത്തിലുണ്ടാക്കുന്ന, ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായി PCOS ഉള്ള ആൾക്കാർക്ക് വളരെയധികം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. ഒന്ന്, പ്രീ ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഗർഭകാലത്ത് പ്രമേഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഡയബറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, രക്തത്തിൽ ഉയർന്ന ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതുപോലെ തന്നെ സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ കൂർക്കം വലിക്കുക തുടങ്ങിയിട്ടുള്ള ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ. അങ്ങനെ നോക്കിയാൽ ഒരു പീരീഡ്സിലുണ്ടായ ഒരു ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന ഒരു വിഷയമല്ല PCOS. ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഷെയർ ചെയ്യാം. PCOS ഉള്ള വ്യക്തികളിൽ 65 മുതൽ 70% ആൾക്കാർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ 70 മുതൽ 80% ആൾക്കാർക്കും അമിതവണ്ണം, അമിതഭാരമുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, PCOSഉം ഇൻസുലിൻ റെസിസ്റ്റൻസും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയേക്കും. കാരണം PCOS പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ സ്ത്രീയുടെ ആർത്തവ ചക്രത്തിലാണെങ്കിൽ ഇതുണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമെന്ന് തോന്നാവുന്നൊരു തലത്തിലാണ്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അത് ഉണ്ടാക്കുന്നത് പാൻക്രിയാസ് ആണ്. അത് പാൻക്രിയാസിൽ നിന്ന് രക്തത്തിലെത്തി നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ കൂടെ എത്തിച്ചേരുന്ന ഗ്ലൂക്കോസിനെ നിയന്ത്രിച്ച് കോശങ്ങളോട് എത്തിക്കുന്ന ഒന്നാണല്ലോ ഇൻസുലിൻ. പല സന്ദർഭങ്ങളിലും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഇൻസുലിൻ കാര്യക്ഷമമായി പ്രവർത്തിക്കാതെ വരും. ഇതിനെ പറയുന്ന പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ നിരവധി വീഡിയോസും പോഡ്കാസ്റ്റും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. താല്പര്യമുള്ള ആൾക്കാർക്ക്, ക്ഷമയുള്ള ആൾക്കാർക്ക് അതൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്.
എനിവേ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ശരീരം പ്രതികരിക്കുന്ന ഒരു മാർഗം അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അതിനെ വിളിക്കുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്നാണ്. ഈ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീയുടെ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്ന പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് HPO ആക്സിസ് എന്നാണ് പറയുക. അതായത് ഹൈപ്പോതലാമിക്, പിറ്റ്വേറ്ററി, ഒവേറിയൻ ആക്സിസ്. ഈ 3 ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന, അവയവങ്ങളിൽ നിന്നുണ്ടാകുന്ന, ഓർഗനുകളിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകളാണ്. പലതരത്തിലുള്ള ഹോർമോണുണ്ട്. FSH ഉണ്ട്, LH ഉണ്ട്, ഈസ്ട്രജൻ ഉണ്ട്, ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, LH ഉണ്ട്, തുടങ്ങിയിട്ടുള്ള പല ഹോർമോണുകൾ ഒരു ഓർക്കസ്ട്ര പോലെ പ്രവർത്തിച്ചാണ് നല്ല താളത്തിൽ ഈ എല്ലാ മാസവും പീരീഡ്സ് വരുന്നത്. അമിതമായി ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ ഈ പറയുന്ന പലതരത്തിലുള്ള ഹോർമോണുകളുടെ ക്രമത്തിലുള്ള താളത്തെ മുഴുവൻ അട്ടിമറിക്കും. അവിടെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് PCOSൽ കുഴപ്പക്കാരനായി മാറുന്നത്. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് ഉയർന്ന അളവിലുള്ള പുരുഷ ഹോർമോണുകളായ ടെസ്റ്റോസ്റ്ററോണും DHEAയും സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും പരിമിതമായ അളവിൽ ഈ ഹോർമോണുകൾ ആവശ്യമാണ്. ഇതാണ് സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ആൻഡ്രോജനിക് ബിഹേവിയർ, അതായത് പുരുഷന്മാരുടെ പോലത്തെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഈ മുഖത്ത് ഉണ്ടാകുന്ന രോമവളർച്ച, അതുപോലെ പിമ്പിൾസ്, ഹെയർ ലോസ്, ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പോൾ ഇവിടുത്തെ കൾപ്രിറ്റ് ആരാന്ന് ചോദിച്ചാൽ ഇൻസുലിനാണ്. ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എങ്ങനെയാണ് സ്ത്രീയുടെ ആർത്തവ ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകളുടെ ബാലൻസിനെ എങ്ങനെയാണ് ഇൻസുലിൻ ബാധിക്കുന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഞാനും ഹാർമണിയിലെ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർ സുധീരും ചേർന്നിട്ടുള്ളൊരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ഞങ്ങളുടെ സ്പോട്ടിഫൈ, ഹാർമണി ഹെറാൾഡ് എന്നുള്ള സ്പോട്ടിഫൈ ചാനലിൽ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതും വാച്ച് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഇൻസുലിൻ്റെ അളവ് വർദ്ധിച്ചാൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ഉൽപ്പാദനത്തിനെ, അളവിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് അഡിപ്പോനെക്റ്റിൻ എന്ന് പറയുന്നത്. കൊഴുപ്പ് ആവശ്യത്തിന് മതി എന്ന് തീരുമാനിക്കുന്നത് ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം ഒരു വലിയൊരു ഷെയറുണ്ട്. ഇൻസുലിൻ്റെ അളവ് കൂടിയാൽ അഡിപ്പോനെക്റ്റിൻ്റെ ഉൽപ്പാദനത്തെ അത് ബാധിക്കുന്നു, അത് കുറയും. അത് കാരണം ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ തരത്തിലുള്ള ഒരു PCOD നമുക്ക് വേണമെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് PCOD അല്ലെങ്കിൽ PCOS എന്ന് വിളിക്കാം. ഭൂരിഭാഗം ആൾക്കാരിലും കാണുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള PCOD ആണ്. ഭൂരിഭാഗം ആൾക്കാരിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് PCOS ആണെങ്കിലും ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൈൻഡ് ഓഫ് PCOS ആണ് അഡ്രീനലിൻ PCOS. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വ്യക്തികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ പലപ്പോഴും ആ വ്യക്തികൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രന്ഥിയാണ് അഡ്രീനൽസ്, കിഡ്നിയുടെ പുറത്തിരിക്കുന്ന അഡ്രീനൽസ്. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്ലാൻഡാണ്. ഒന്ന് അഡ്രീനലിൻ, മറ്റൊന്ന് കോർട്ടിസോൾ. സാധാരണ ഈ ഹോർമോണിൻ്റെ പല പ്രവർത്തനം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ഹോർമോൺ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കടുത്ത സമ്മർദ്ദമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ചുകൂടി ഡിമാൻഡിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോർമോൺ കൂടുതൽ നാളത്തേക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. ചില വ്യക്തികളിൽ, ചില സ്ത്രീകളിൽ, ചില പെൺകുട്ടികളിൽ പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ അമിതമായി കോർട്ടിസോളും അഡ്രീനലിനും ദീർഘനാളത്തേക്ക് ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് എനിക്ക് ഓർമ്മയുള്ള എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യമാണ്. വളരെയധികം സ്പോർട്സിലും ഗെയിംസിലൊക്കെ വളരെ ഡെഡിക്കേറ്റ് വർക്ക് ചെയ്യുന്ന, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് കോമ്പറ്റീറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പിയറൻസ് വൈസ് ഷീ ഈസ് എക്സ്ട്രീംലി ഗുഡ്, ബട്ട് ഷീ ഹാസ് ഗോട്ട് PCOS. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അഡ്രീനൽ റിലേറ്റഡ് ആയിട്ടുള്ള PCOS ആണ്. മറ്റൊന്ന്, ഇന്ന് പല ജീവിത സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന കടുത്ത സമ്മർദ്ദം. അത് ജോലിയിൽ നിന്നാവാം, കുടുംബ ബന്ധങ്ങളിലാവാം, സാമ്പത്തിക കാര്യങ്ങളിലാവാം, നമ്മുടെ ബന്ധുമിത്രാദികളോട് ബന്ധപ്പെട്ട അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാവാം. പല കാരണം കൊണ്ട് നമുക്കുണ്ടാകുന്ന സ്ട്രെസ് അമിതമായാൽ അതുമൂലമുണ്ടാകുന്ന അഡ്രീനലിനും കോർട്ടിസോളും PCOS ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഓർമ്മയുള്ള മറ്റൊരു ക്ലയൻറ്റിൻ്റെ കാര്യം, ആരോഗ്യത്തിലൊക്കെ ഭയങ്കരമായ താല്പര്യമുള്ള ആളാണ്. കുറച്ചൊരു ഒബ്സസീവായിട്ടുള്ള ഹെൽത്ത് പാറ്റേൺസ് ഉണ്ട്. ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ശരീരഭാരം കുറഞ്ഞോ കൂടിയോ, എത്ര ഗ്രാം കൂടി എത്ര ഗ്രാം കുറഞ്ഞോ എന്ന് നോക്കുന്ന രീതിയിലുള്ള ഒബ്സസീവായിട്ടുള്ളൊരു ഹെൽത്ത് അപ്രോച്ചുള്ള ഒരാൾ എനിക്ക് ഓർമ്മയുണ്ട്. അവർക്കും ഉയർന്ന അളവിൽ സ്ട്രെസ് ഉണ്ട്. സോ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കോർട്ടിസോളും അഡ്രീനലിനും ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണിൻ്റെ താളത്തിനെ, നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിലെ ആർത്തവത്തെ സ്വാധീനിക്കുന്ന ഹോർമോണിൻ്റെ താളത്തിനെ അഫക്റ്റ് ചെയ്യാം.
ഇതിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നത് അഡ്രീനൽ PCOS എന്ന് വിളിക്കാം. PCOS ഉണ്ടാക്കാൻ കാരണമായ മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ നമ്മളുടെ ഗട്ട് മൈക്രോബയോമാണ്. ഹോർമോണുകളുടെ ശരിയായ സമയത്തുള്ള ഉൽപ്പാദിപ്പിച്ച ഹോർമോണുകൾ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ നിന്നുള്ള പുറന്തള്ളൽ തുടങ്ങിയിട്ടുള്ള വൈവിധ്യമായ കാര്യങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ ദഹനവ്യൂഹവും ദഹനവ്യൂഹത്തിലെ സൂക്ഷ്മജീവ വ്യവസ്ഥയും. അത് സപ്പോർട്ടീവ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹോർമോണിൻ്റെ ബാലൻസിനെ ഇത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ഗട്ട് PCOS വേണമെന്ന് വിളിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ എത്തിച്ചേരുന്ന പലതരത്തിലുള്ള കെമിക്കൽസാണ്. അറിഞ്ഞും അറിയാതെ എത്തിച്ചേരുന്ന കെമിക്കൽസാണ്. ഇതിനെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് എന്നാണ് വിളിക്കുക. എൻഡോക്രൈൻ നമ്മുടെ ഹോർമോണുകൾ. ആലോചിച്ച് നോക്കിയാൽ ഈ നമ്മൾ നേരത്തെ സംസാരിച്ച ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഓവറി, അഡ്രീനൽ, ഈ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ പോലും അറിയാതെ വളരെ സ്ലോ ലെവലിൽ പോലും സ്വാധീനിക്കാവുന്ന നിരവധി കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ നിത്യേന എത്തിച്ചേരുന്നുണ്ട്. ഒരുപക്ഷെ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ ഉപയോഗിക്കുന്ന ഷാംപൂസ് ആയിരിക്കാം, ക്രീമുകളായിരിക്കാം, ബോഡി സ്പ്രേ ആയിരിക്കാം, നെയിൽ പോളിഷ് ആയിരിക്കാം, വീടുകളിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ക്ലീനിങ് പ്രോഡക്റ്റുകളും ലോണ്ട്രിയും ഡിറ്റർജൻറ്റുകളും എല്ലാം കെമിക്കൽസാണ്. ഒരുപക്ഷെ ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ അമിതമായ അളവിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഹോർമോണിൻ്റെ വ്യവസ്ഥയും ഹോർമോണിൻ്റെ ബാലൻസിനും അത് അഫക്റ്റ് ചെയ്യാം. ഇതിനെ വിളിക്കുന്നത് സീനോ ഈസ്ട്രോജൻസ് എന്നാണ്. ഇതുമൂലവും PCOS ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ടോക്സിക് PCOS എന്ന് വേണമെങ്കിലും വിളിക്കാം. പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഇൻസുലിനോ അല്ലെങ്കിൽ ഗട്ടോ ആയിരിക്കില്ല മുഖ്യ കാരണം, ഇവിടെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന കെമിക്കൽസാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ PCOS എന്നുള്ള വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ ഏതൊക്കെ ഘടകങ്ങളാണ് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതിനു പകരം ഒരുപക്ഷെ ഒരു സിംറ്റം എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടോ ആ ലക്ഷണങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഒരിക്കലും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മളിപ്പോൾ 4 തരത്തിലുള്ള PCOSനെ കുറിച്ച് സംസാരിച്ചു. 1 ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് PCOS, 2 അഡ്രീനലിൻ PCOS, 3 ഗട്ട് PCOS, 4 ടോക്സിക് PCOS. ഒരുപക്ഷെ PCOS ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ആദ്യം അറിയേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങൾ, ഏതൊക്കെ ഘടകങ്ങൾ ആ വ്യക്തിയുടെ PCOSനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കണ്ടെത്തുന്നതിനാണ്. ഒരു ഫങ്ഷണൽ മെഡിസിൻ പെർസ്പെക്റ്റീവിൽ ഒരുപക്ഷെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങനെ PCOSനെ അപ്രോച്ച് ചെയ്യുന്നതിനാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരുപക്ഷെ ആ വ്യക്തിയുടെ പരിഹാരത്തിൻ്റെ മാസ്റ്റർ സ്വിച്ച് ഇരിക്കുന്നത് ഒരുപക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അഡ്രസ്സ് ചെയ്യുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാനസികവും വൈകാരികമായ ആരോഗ്യത്തെ കറക്റ്റ് ചെയ്യുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗട്ട് ഫങ്ഷൻസിനെയും ന്യൂട്രീഷനെയും ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരഭാരത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, അത് മസിൽസ് ആയിരിക്കാം, ബോഡിയുടെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനായിരിക്കാം, ഒരുപക്ഷെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന, സ്ലീപ്പിനെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത്തരത്തിൽ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ കാര്യങ്ങളെ പറഞ്ഞ് സങ്കീർണമാക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ഏറെക്കുറെ ലളിതമാണ്. അങ്ങനെ നോക്കിയാൽ ആ വ്യക്തിയുടെ ഭക്ഷണരീതികൾ, പോഷകരീതികൾ, വ്യായാമം, സമ്മർദ്ദം, ഹോർമോണൽ ഡിസ്റപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, ഗട്ട് ഫങ്ഷൻസ് ഒക്കെ സമഗ്രമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സൊല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്റ്റ് നല്ലൊരു ശതമാനം PCOSനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ സംസാരിച്ച ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് ഫ്രം ദ ബിഗിനിങ് തന്നെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് PCOS. അപ്പോൾ ഇനിയെങ്കിലും PCOS എന്ന് കേൾക്കുമ്പോൾ ഒരു ഗൈനക് പ്രോബ്ലമായിട്ട് മാത്രം കാണാതെ അതൊരു മെറ്റബോളിക് പ്രോബ്ലമായിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസ് നമുക്ക് ഇതിനെ കാണാൻ സാധിച്ചാൽ ദ സൊല്യൂഷൻ ഈസ് സിമ്പിൾ ആൻഡ് സൊല്യൂഷൻ ഈസ് പോസിബിൾ.